ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ എൻ്റെ ഡെലിവറി സ്റ്റോറി പറയാനാണ്. ഞാൻ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നുണ്ട് എൻ്റെ ഡെലിവറി സ്റ്റോറി പറയണം എന്ന് വിചാരിച്ചു. ഇപ്പോൾ എന്തായാലും ഡെലിവറി കഴിഞ്ഞിട്ട് 9 മന്ത് ആയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ എന്തോ മടിയൊക്കെ കാരണം പറയാൻ പറ്റിയില്ല. പിന്നെ എന്തായാലും ഒരു വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സ്റ്റോറി പറയാനാണെങ്കിൽ അതിന് ഒത്തിരി വലിയ കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഡെലിവറി സ്റ്റോറിയിലോട്ട് പോകാം. ഞാൻ കാണിച്ച ഹോസ്പിറ്റലെന്ന് പറയുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള തൈക്കാട് ഹോസ്പിറ്റലാണ്. ഓക്കെ, അപ്പോൾ ഡോക്ടർ ഷെറിൻ ഡോക്ടറായിരുന്നു. ഞാൻ ഒത്തിരി വലിച്ചു നീട്ടി പ്രഗ്നൻ്റ് ആയത് മുതലുള്ള കാര്യമൊന്നും അങ്ങനെയൊന്നും പറയുന്നില്ല. എൻ്റെ ഡെലിവറി ടൈമിൽ നടന്ന കാര്യങ്ങൾ മാത്രമേ ഷെയർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഡെലിവറി നടന്നത് ജൂലൈ 10-നാണ്. അപ്പോൾ ഞാൻ ജൂലൈ 1-ന് എനിക്കൊരു ചെക്കപ്പ് ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. അപ്പോൾ എനിക്ക് എല്ലാ മാസവും ഫസ്റ്റത്തെ ട്യൂസ്ഡേ ആണ് ചെക്കപ്പ് വരുന്നത്. അപ്പോൾ അങ്ങനെ ജൂലൈ 1-ന് ഞാൻ ചെക്കപ്പിന് പോയപ്പോഴാണ് അറിഞ്ഞത് ഷെറിൻ ഡോക്ടർ ലീവാണ്. പുള്ളിക്കാരി എമർജൻസി ആയിട്ട് ലീവ് എടുത്തൊരു 2 മാസത്തേക്ക്. അപ്പോൾ ഷെറിൻ ഡോക്ടറിനെ എനിക്ക് നേരത്തെ പരിചയമുണ്ട്. അപ്പോൾ അങ്ങനെ ഡോക്ടർ നല്ല ഡോക്ടറാണ്, പുള്ളിക്കാരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ ആ ഹോസ്പിറ്റലിലോട്ട് പോയതും പുള്ളിക്കാരിയെ കാണിക്കാമെന്നും വിചാരിച്ചത്. പക്ഷേ എൻ്റെ ഡെലിവറി ടൈം ആയപ്പോൾ പുള്ളിക്കാരി ലീവായിരുന്നു. അപ്പോൾ അന്നേരം ഞാൻ കാണിച്ച ഡോക്ടർ എന്ന് പറഞ്ഞത് അത് ഷെറിൻ ഡോക്ടറിന് പകരം ആശ ഡോക്ടറായിരുന്നു അന്ന് നോക്കിയിട്ടുണ്ടായിരുന്നത്. അത് ഷെറിൻ ഡോക്ടറിൻ്റെ പേഷ്യൻറ്റിനെല്ലാം അന്ന് ആശ ഡോക്ടറായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പുള്ളിക്കാരിയെ കാണിച്ച സമയത്ത് അപ്പോൾ ലാസ്റ്റ് ട്രൈമസ്റ്റർ ആയപ്പോൾ എനിക്ക് അല്പം ഷുഗർ കൂടിയിട്ടുണ്ടായിരുന്നു. ഒത്തിരി ഒന്നും ഉണ്ടായിരുന്നില്ല, അല്പം കുറച്ച് ഷുഗർ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഞാൻ മെഡിസിൻ കുറച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അപ്പോൾ റിസൾട്ട് എല്ലാ പ്രാവശ്യം പോകുമ്പോൾ നമ്മൾ ഷുഗറിൻ്റെ റിസൾട്ട് കാണിക്കണം. അപ്പോൾ അന്നേരം കാണിച്ചപ്പോഴും എനിക്കങ്ങനെ നേരത്തേക്കാൾ കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അതും പോരാഞ്ഞിട്ട് എനിക്ക് യൂറിനറി ഇൻഫെക്ഷനും ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറിനെ കാണിക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു ഇതുപോലെ ഷുഗറും കുറഞ്ഞിട്ടില്ല, യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ട്. ഇനി എൻ്റെ ഡെലിവറി പറഞ്ഞത് ജൂലൈ 19-നാണ്. അപ്പോൾ ജൂലൈ 19-നാണ് ഡേറ്റ് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് PV ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ PV ചെക്ക് ചെയ്തപ്പം പുള്ളിക്കാരി പറഞ്ഞു യൂറിനറി ഇൻഫെക്ഷൻ അത്യാവശ്യം കൂടുതലാണ്, എന്തായാലും ആൻറ്റിബയോട്ടിക് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. അങ്ങനെ ജൂലൈ 1-ന് അഡ്മിറ്റായി. 5 ദിവസത്തെ ആൻറ്റിബയോട്ടിക് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ജൂലൈ 2-ന് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ രാവിലെ എന്തായാലും നമുക്ക് ഇത് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് നോക്കും, അതുപോലെ BP വന്ന് ചെക്ക് ചെയ്യും, പിന്നെ എല്ലാ ദിവസവും ഷുഗർ വന്ന് ചെക്ക് ചെയ്യും. അങ്ങനെയൊക്കെ പൊയ്ക്കൊണ്ടിരുന്നു. അങ്ങനെ ആൻറ്റിബയോട്ടിക് അങ്ങനെ ഡോക്ടർ പറഞ്ഞു പെയിൻ വരുവാണെന്നുണ്ടെങ്കിൽ നേരെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വേറെ പെയിനോ കാര്യമൊന്നും വന്നില്ല. അങ്ങനെ 8-ാം തീയതി വന്നിട്ട് പറഞ്ഞു നാളെ നമുക്ക് മരുന്ന് വെക്കാമെന്ന് പറഞ്ഞു. ഓക്കെ പറഞ്ഞു. രാവിലെ 7 മണിയാകുമ്പോൾ ലേബർ റൂമിലോട്ട് ചെല്ലണമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ലേബർ റൂമിലോട്ട് ചെന്നു. അവർ മരുന്ന് തന്നായിരുന്നു, ടാബ്ലറ്റ് തന്നു. 3-ാമത്തെ ടാബ്ലറ്റ് കഴിച്ചപ്പോൾ ഉച്ചയ്ക്ക് 1:30-ക്ക് വെള്ളം പൊട്ടിപ്പോയായിരുന്നു. ഓക്കെ, വാട്ടർ ബ്രേക്കായി. പിന്നെ അവർ PV ചെയ്തപ്പോൾ ഓപ്പൺ ആയിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു രാത്രിയൊക്കെയായി. അതുവരെയും ഒരു 2-3 വട്ടം വന്ന് PV ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. PV ചെയ്ത സമയത്ത് പിന്നെ കുറച്ച് ഓപ്പണായി, 2 സെൻറ്റിമീറ്റർ ഓപ്പണായി, അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. അത് കഴിഞ്ഞ് അതായത് വെളുപ്പിനല്ല, അന്ന് ആ രാത്രി തന്നെ ഒരു 1 മണിയൊക്കെ ആയപ്പം എനിക്ക് പെയിൻ വരാൻ തുടങ്ങി. അതായത് വാട്ടർ ബ്രേക്ക് ആയതിന് ശേഷം ചെറുതായിട്ടൊരു പെയിനെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നും പോയി ഇട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരു 1 മണിക്ക് ശേഷം പെയിൻ നല്ലതുപോലെ കൂടാൻ തുടങ്ങി. അതായത് ഒരു 15 മിനിറ്റ് കൂടുമ്പോൾ പിന്നെ പെയിൻ വരാൻ തുടങ്ങി. പിന്നെ ഒരു 2 മണിയൊക്കെ കഴിഞ്ഞപ്പം കണ്ടിന്യൂസ് ആയിട്ട് പെയിൻ വരാൻ തുടങ്ങി. സഹിക്കാൻ പറ്റാത്ത പെയിനായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഡോക്ടർ വന്ന് PV ചെക്ക് ചെയ്യുന്നുണ്ട്. അന്നും ആശ ഡോക്ടർ ഇല്ല. ആശ ഡോക്ടർ രാവിലെ ഉണ്ടായിരുന്നുള്ളൂ. നൈറ്റ് ആയപ്പം പുള്ളിക്കാരില്ല, വേറെ ഡോക്ടറായിരുന്നു, എനിക്ക് പേര് മറന്നു, വേറെ ഡോക്ടറായിരുന്നു ഉണ്ടായിരുന്നത്. PV ഒക്കെ ചെക്ക് ചെയ്ത സമയത്ത് പറഞ്ഞു അതിന് കുറച്ചും കൂടെ ഓപ്പൺ ആയാൽ മതി, അപ്പം ബേബി ഇങ്ങ് വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ബേബിയുടെ ഹാർട്ട് ബീറ്റൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്, നമുക്കതിങ്ങനെ കാണാനൊക്കെ പറ്റും.
അതിന് ലാസ്റ്റ് എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയായി. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞു. ഞാൻ ഇങ്ങനെ ഇരുന്ന് കരയുമായിരുന്നു. 2:30 മണിയൊക്കെ ആയപ്പോൾ, ഇത് വെളുപ്പിന് 2:30 മണിയൊക്കെ, നമ്മുടെ നേരെ ക്ലോക്കുണ്ട്, അപ്പോൾ നമുക്ക് സമയം നോക്കാൻ പറ്റും. അങ്ങനെ 2:30 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് വേദന സഹിക്കാൻ വയ്യ. ഞാനപ്പം ഇങ്ങനെ കരയാനൊക്കെ തുടങ്ങി. അപ്പം ഡോക്ടർ വന്നു, ചെക്ക് ചെയ്തപ്പം പറഞ്ഞു ഓക്കെ ഓപ്പൺ ആയിട്ടുണ്ട്, ബേബി വരേണ്ട ടൈം ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് വേറെ ഡോക്ടർമാരൊക്കെ കാണുമല്ലോ, സ്റ്റുഡൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും വിളിച്ചു. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽപ്പുണ്ട്. അങ്ങനെ എല്ലാം ഓക്കെ ആണ്, ഇനി പുഷ് ചെയ്താൽ മതി, പുഷ് ചെയ്യുന്ന ടൈമിൽ ബേബി വന്നോളും എന്നിങ്ങനെ പറഞ്ഞ്. അപ്പോൾ ചുറ്റും ഡോക്ടറും നേഴ്സുമാരെല്ലാവരും ഉണ്ട്. ഇങ്ങനെ പുഷ് ചെയ്യുന്ന ടൈമിൽ, ഇങ്ങനെ പുഷ് ചെയ്തിരുന്ന ടൈമിൽ തന്നെയാണ് ബേബിയുടെ ഹാർട്ട് ബീറ്റ് അങ്ങ് കുറയാൻ തുടങ്ങി. അപ്പോൾ കുറയുന്നപ്പോൾ 100ൻ്റെ താഴോട്ട് വരുമ്പോൾ നമുക്കിങ്ങനെ സൗണ്ട് കേൾക്കുമല്ലോ, ഒരു അവിടെ റെഡ് ലൈൻ പോലെ ഇങ്ങനെ വരും, അല്ലാണ്ട് ഇങ്ങനെ നല്ലൊരു ശബ്ദം കേൾക്കും. അപ്പോൾ ഞാനിങ്ങനെ നോക്കുന്ന ടൈമിൽ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കുറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർമാർ അപ്പം പുഷ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഹാർട്ട് ബീറ്റ് കുറയുന്നില്ല, പുഷ് ചെയ്യുന്ന ടൈമിൽ ഹാർട്ട് ബീറ്റ് കുറയുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി എന്തായാലും ഒരു രക്ഷയില്ല, കാരണം അവർ മാക്സിമം നോർമൽ ഡെലിവറി ഒക്കെ വേണ്ടി നോക്കി, പക്ഷേ നടന്നില്ല. അപ്പോൾ എമർജൻസി C-സെക്ഷൻ എന്ന് പറഞ്ഞ് നേരെ C-സെക്ഷനിലോട്ട് കൊണ്ടുപോയി. അപ്പം തന്നെ ഹസ്ബൻഡിനും അമ്മമാരുടെ കയ്യിൽ നിന്നൊക്കെ സൈനൊക്കെ ഇട്ട് മേടിച്ചു, എൻ്റെ നിന്നും സൈനിട്ട് മേടിച്ചു. നേരെ താഴത്തെ ഫ്ലോറിലാണ് OT ഉള്ളത്. നേരെ ലിഫ്റ്റ് വഴി നേരെ താഴോട്ട് കൊണ്ടുപോയി. അവിടെ പോയപ്പോഴൊക്കെ എനിക്ക് നല്ല പെയിനുണ്ട്. നമുക്ക് അനസ്തേഷ്യ എടുക്കുന്ന ടൈമിലൊക്കെ ഇങ്ങനെ ഇരുന്ന് കുനിഞ്ഞിരിക്കണമല്ലോ, ആ ടൈമിലൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല, നല്ല പെയിനാണ്. അപ്പം ഞങ്ങൾക്ക് അറിയാമെന്നുള്ള ഡോക്ടറായിരുന്നു, ഞങ്ങൾക്ക് പരിചയമുള്ള ഡോക്ടറായിരുന്നു, അനസ്തേഷ്യ ഡോക്ടർ. പുള്ളിക്കാരൻ പാവമായിരുന്നു. പുള്ളിക്കാരൻ പറഞ്ഞു കുഴപ്പമില്ല, പെയിൻ മാറിയിട്ടേ ഇഞ്ചക്ഷൻ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ പെട്ടെന്ന് തന്നെ എനിക്ക് നല്ല പെയിനാണ്. ആ 1 മിനിറ്റില്ല, ഒരു 2-3 സെക്കൻഡിന് ആ പെയിനൊന്ന് കാമായപ്പോൾ അനസ്തേഷ്യ എടുത്തായിരുന്നു. അനസ്തേഷ്യ എടുത്തപ്പോൾ പിന്നെ ഒന്നും അറിയുന്നില്ലല്ലോ, പിന്നെ ഫുള്ളിങ്ങനെ എന്തൊരു മരവിച്ച് വരുന്നൊരു ഫീലായിരുന്നു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ഡോക്ടർ വന്നു, സിസേറിയൻ ചെയ്തു. 3:25 ആയപ്പം കുട്ടിയെ പുറത്തെടുത്തായിരുന്നു. നമ്മളിങ്ങനെ എന്താ പറയുക, ഒരു ചെറിയൊരു മയക്കത്തിലായിരിക്കുമല്ലോ, അപ്പം ബേബിയുടെ ഇങ്ങനെ കരച്ചിലിട്ട്, അപ്പോൾ അവർ നമ്മളിങ്ങനെ തട്ടി പിടിക്കും, ബേബി വന്നു. അപ്പം നമ്മളടുത്ത് ഇങ്ങനെ ചോദിക്കും, നമുക്ക് കാണിച്ചു തന്നിട്ട് ഇങ്ങനെ ചോദിക്കും ബേബി ഗേളാണോ ബേബി ബോയ് ആണോ എന്നൊക്കെ. അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് ബേബി ഗേളായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ എനിക്ക് ഫുൾ സിംറ്റംസ് മുഴുവനും ബേബി ബോയ്ക്കാണ് സിംറ്റംസ് മുഴുവനും കാണിച്ചിരുന്നത്. പക്ഷേ എനിക്ക് ബേബി ഗേൾ ഇഷ്ടമാണ്, ബേബി ബോയ് ഇഷ്ടമാണ്. എന്നാലും ബേബി ഗേൾ ഒരു ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ബേബി ഗേളാണെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവിടെ നിന്നിങ്ങനെ കണ്ണീരൊക്കെ വന്നു. ഒരു വല്ലാത്തൊരു രസമായിരുന്നു അത്. നല്ലൊരു മൊമെൻ്റായിരുന്നു. അങ്ങനെ ബേബി പിന്നെ ഫാമിലിയോട് എല്ലാവരും ആ ഡോക്ടർ തന്നെയാണ് പറഞ്ഞ് മോളാണെന്നൊക്കെ പറഞ്ഞു. അവരെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് സമയം തിയേറ്ററിൽ ഇങ്ങനെ ഒബ്സർവേഷനിൽ വെച്ചിരിക്കുമല്ലോ. അത് കഴിഞ്ഞ് പിന്നെ എനിക്കൊരു 5-6 മണിക്കൂർ കഴിഞ്ഞ ശേഷം നേരെ ICUലോട്ട് മാറ്റി. ഞാനും മോളും അമ്മയായിരുന്നു, ഹസ്ബൻഡിൻ്റെ അമ്മയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. പിന്നെ അവിടത്തേന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, വെള്ളമൊന്നും കുടിക്കാൻ പാടില്ല, ഫുള്ളും ട്രിപ്പായിരുന്നു ഒരു ദിവസം. നല്ല പെയിനുണ്ടായിരുന്നു. പെയിനെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വലിഞ്ഞു മുറുക്കുന്നൊരു പെയിനായിരുന്നു. നമുക്ക് എഴുന്നേറ്റിരിക്കാനൊന്നിനും പറ്റത്തില്ലല്ലോ, ഫുൾ ബെഡിൽ തന്നെയാണ്. അങ്ങനെ നമ്മൾ C-സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ 5 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കണമല്ലോ. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ICUന്ന് മാറ്റി നേരെ റൂമിലോട്ട് കൊണ്ടുപോയി. വേറെ പ്രശ്നമോ വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഷുഗർ പിന്നെ എനിക്ക് നോർമലായി. ബേബിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, അവളും ഓക്കെ ആയിരുന്നു, ഹെൽത്തി ആയിരുന്നു. അങ്ങനെ 5 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഡിസ്ചാർജ് തന്നു. അങ്ങനെ ഞങ്ങൾ ബേബിയും കൊണ്ട് നേരെ വീട്ടിലോട്ട് പോയി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഡെലിവറി സ്റ്റോറി എന്ന് പറയാൻ. വലിയ കാര്യമായിട്ട് വലിയ സംഭവമായിട്ടൊന്നുമില്ല, എന്നാൽ എനിക്കുണ്ടായ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ.